ഹലോ ഗൈസ്, കിങ് ഓഫ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബിൽഡ് പ്ലെയിൻ കളിച്ച മാതിരി തന്നെ നമ്മളിന്ന് ബിൽഡ് കാറാണ് ഗൈസ് കളിക്കുന്നത്. ബിൽഡ് കാറ് നമ്മൾ കളിച്ചിട്ടില്ല. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ എഞ്ചിനൊക്കെ വെക്കാണ്ട് എഞ്ചിനൊക്കെ ഉണ്ട് ഇതിൽ. മറ്റുള്ള പ്രപ്പല്ലർ ഇതിലെ എഞ്ചിനാ ഡ്രൈവ് ചെയ്യാനാണ് പറയുന്നത്. ഇതിലും അതേമാതിരി തന്നെ ഈ നമ്മൾ കണ്ട ഈ സ്റ്റഡിനാണ് പൈസ കൊടുക്കുക. ഫസ്റ്റ് തന്നെ 21 ഉറുപ്പ്യ കിട്ടി. എന്താ അവിടെ സ്ലാബ് കഴിഞ്ഞ് കേസ് ഇത് ഇവിടെ ഉടനെ വെക്കാം. ഇതാ തന്നെ കേട്ടോ കേസ് ഗെയിമേ, അതേമാതിരി ഗെയിം തന്നെ 21 രൂപ തന്നെ കിട്ടി. ഇനി എന്താണ് ഇതിൽ വേറെന്താ പരിപാടി? ഇവിടെ നോക്കടാ, പ്രോ ബിൽഡ്. ഇതിനൊക്കെ റോബക്സ് ആണ് കേസ്. റോബക്ക് നമ്മളതിൽ 0 ആണ് കേസ്. റോബക്സ് 60 രൂപയെ. നമുക്ക് പെട്രോൾ ക്യാൻ വേണ്ടി വരും കേസ്. ഒന്ന് ദൂരെ പോകാനേ, മറ്റേലും പെട്രോൾ തന്നെ വേണ്ടേ ദൂരെ പോകാൻ. ഇതും അതേമാതിരി തന്നെ പെട്രോളാണ് ദൂരെ. യെസ് 43. പെട്രോളൊക്കെ തന്നെ എത്ര 60 ഉണ്ട്. അപ്പോൾ ഒരു ഡ്രൈവും കൂടി ചെയ്യാം. ഇത് അതിന് ബിൽഡ് പ്രൈം ആയിരുന്നു കേട്ടാ, രസമൊക്കെ ഉണ്ട്. അതേമാതിരി ഇനി 60 ഇനിയൊരു ഗ്യാസ് ടാങ്ക് വാങ്ങിയിട്ട് വെച്ചിക്കണ്. ഞാനിപ്പോൾ ദൂരത്ത് പോകും കേസ്. അതിനെ തോന്നുന്നു ആൻ്റെ ദൂരത്ത് പോകുന്നുണ്ട്. പോകുന്നുണ്ട്. നല്ല പോയിട്ടാ 30 40 ആവും. 40 കഴിഞ്ഞ് 43 43. പെട്ടെന്ന് 40 ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെയ്താൽ വേറെ എന്തെങ്കിലും കിട്ടിക്കോളൂ നമുക്ക്. ഒരു എഞ്ചിൻ വാങ്ങിച്ചാലോ? അല്ല എന്തിനാ എഞ്ചിന്? സ്പീഡ് ഓടാനല്ലേ? വാങ്ങിക്കാം. 43. ഇതിലും 43. യെസ് 90 രൂപ ഗൈസ്. കഴിഞ്ഞ് വേറൊന്നും വീലാണ് 2 വാങ്ങാൻ പറ്റുക. 2 വീല് വാങ്ങി വെക്കാം. ഇത് വെക്കേണ്ട ആവശ്യം എന്തിനാ? അവിടെ ബാക്കിൽ വെച്ച് വെറുതെ ഇങ്ങനെ വെക്കാം. ഇപ്പം അടിപൊളിയായില്ലേ? നമ്മളെ വണ്ടിയൊക്കെ ബാക്കിയുള്ള വണ്ടിയൊക്കെ ഇതൊക്കെ എന്ത് വണ്ടിയാടാ? ഇവൻ്റെയൊക്കെ എന്താ ട്രെയിനത്? ഇതെന്ത് വണ്ടിയാടാ? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട വണ്ടി. എടാ പിന്നെ വണ്ടി ഓടിക്കണിയല്ല, ഓടിക്കണിക്ക് കൂടെ പോകാൻ. അവിടെ ഡ്രൈവ് ചെയ്യാടാ. അതൊക്കെ നമുക്ക് നമ്മളെ ഡ്രൈവ് ചെയ്യാം. നമ്മൾ മറ്റേതുണ്ട്, എന്താ മറ്റേ എന്താ സ്പീഡിയല്ല, മറ്റേ ആ വണ്ടീൻ്റെ പേരെ മറന്നു കേസ്. ഒരു വണ്ടി ഉണ്ടല്ലോ, എന്താണ് ഹാമറാ എന്താണ് അവൻ്റെ പേര്? ഈ ബാക്കിൽ 2 ടയറില്ല, ഹമ്മറിനെ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വണ്ടി കേസ് ഇത്. ഇപ്പോൾ നമുക്കൊരു എൻജിൻ വാങ്ങണം കേസ്. എൻജിക്ക് ഇത്ര 100 രൂപയായിരുന്നു. എൻജിൻ നിർബന്ധം. അതിൽ എന്താ അറിയോ, സ്പീഡ് കുറഞ്ഞ അവിടെ ബാക്കിൽ ടയർ വെച്ചോണ്ടേ. പക്ഷെ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ട് ലുക്കൊക്കെ. നമുക്ക് ഹമ്മർ പോണ മാതിരി പോണത്. ഹമ്മറിനല്ലേ പറയാ ബാക്കിൽ 2 ടയറിലെ കാറിന്? അങ്ങനെ ഹമ്മറിന് അതുകൊണ്ട് 30 രൂപ കിട്ടുന്ന കേസ്. ഭയങ്കര പൈസ ഞാൻ എന്താ ഇവിടെ അവിടെ ഓൻ്റെ വണ്ടി പോണത്? എന്ത് വണ്ടിയാ? എന്തൊക്കെ എടുത്ത് കറങ്ങണേ. വേറെന്തോ ഗ്ലിച്ചായി കേസ് അവൻ്റെ വണ്ടി. ഓൻ്റെ വണ്ടി വേറെ രീതിയിൽ ഉണ്ടാക്കിക്കണോ, രസം ചെയ്യാതെ രീതിയിൽ ഉണ്ടാക്കിക്കണു. കണ്ടോ അടിപൊളിയല്ലേ? ഇനി ഒന്നും കൂടെ ഉണ്ട് പോയാൽ 100 രൂപ. ഒരു എഞ്ചിൻ വേണം കേസ്, നിർബന്ധം എഞ്ചിൻ. 30 രൂപ കിട്ടുന്നു. 30 രൂപ ഒന്നും കിട്ടില്ല, 43 രൂപ കിട്ടിയ കറക്റ്റ് 30 രൂപ കിട്ടുന്നു. കണ്ടാ
100 120 അപ്പോൾ ഒരു സ്ലാബ് വാങ്ങാം. സ്ലാബ് വാങ്ങണ്ട, അല്ല സ്ലാബ് തന്നെ വാങ്ങാം. എനിക്ക് ഈ സ്ലാബ് ഫ്രണ്ടിൽ വെക്കാം. ഫ്രണ്ടിൽ വെക്കണോ ബാക്കി വെക്കണോ? വേണ്ട, ഫ്രണ്ടിൽ വെക്കാം. എന്നിട്ട് ഇവിടെ എഞ്ചിനും വെക്കാം. അപ്പോൾ സ്പീഡായിട്ട് 2 ഫ്യൂല് 2 എഞ്ചിന് ഈക്വലായി. വേണ്ടാ, ഇപ്പം സ്പീഡായില്ല, ഇപ്പം അടിപൊളിയായി. ഇപ്പം എത്ര രൂപ കിട്ടും നമുക്ക്? ഇപ്പം 29 രൂപ. പൈസ കുറഞ്ഞ വെറുതെ എന്താ പൈസ കുറഞ്ഞ നമ്മളേക്ക്. എന്ത് പരിപാടിയാടാ, പൈസ കുറയണ്. അതെന്താ ആടാ, നമ്മളൊരു കാര്യം ചെയ്യണം. ഈ ടയർ എടുക്കടാ, എടുത്ത് മാറ്റേ. അവിടെ സ്ലാബല്ല, ഇത് അത്രേ ഉള്ളൂ. ഇനി ഇവിടെ എടാ എന്താ എനിക്ക് എന്താ പറ്റി? ഇപ്പം റെഡി ആയില്ലേ? ഇനി വണ്ടി എടുത്ത് പോവാ. ഇനി പൈസ കൂടുന്ന വലിയ മാറ്റം. പക്ഷെ ലുക്ക് തന്നെ കല്ല് ഇഷ്ടപ്പെട്ട്. അപ്പം 30 ആയല്ലോ, ആദ്യം 29 ഓഹോ, അങ്ങനെ കണ്ടില്ല. ഒരു ഗ്യാസ് കാനും കൂടി വാങ്ങിക്കാം. ഇപ്പോൾ റെഡിയാവും. ഇപ്പോൾ അത്യാവശ്യം സ്പീഡിൽ പോയിക്കോളും. അവിടെ 45 രൂപ. 5 ഒന്നുകൂടി പോവാം. ഒരു സ്ലാബ് ഉണ്ട് കഴിഞ്ഞേക്കുക. ഈ ബ്ലോക്ക് എന്തിനാവോ? ബ്ലോക്ക് നമ്മൾ ഈ വണ്ടീൻ്റെ ഹൈറ്റ് കൂട്ടും, അങ്ങനെയൊക്കെ ആവും. അങ്ങനത്തേനൊക്കെ ആവും ബ്ലോക്ക്. ഇനി ഇതിൽ വേറെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഓടാ ഇതൊക്കെ എവിടെ നമുക്കൊരു ലെയർ ഇങ്ങനെ പണിഞ്ഞാലോ? എങ്ങനെ പറഞ്ഞാലേ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഈ വണ്ടി. അവിടെ നിൽക്കട, ഇവിടെ ഭാഗത്ത് നിൽക്ക്. മൊബൈൽ അടിച്ച് കഴിഞ്ഞ അത്ര ഉള്ളൂ. ഇവിടെ വെക്കാം. ഇനി ഇവിടെ തന്നെ വെക്കാം. നമുക്ക് ഞാൻ ഉദ്ദേശിച്ചതാണ് ഗൈസ്, ഒരു ഇത് കൂടിയില്ലേ. ഇത് കണ്ടിട്ട് വേറെന്തോ അല്ലത്, ഇങ്ങനൊന്നല്ലോ ആ വണ്ടി. വേറെ രൂപ ഇത്. എന്നിട്ട് വല്ല പൈസ കുറവാണെങ്കിലുണ്ടോ? എടാ പൈസ കൂടിയടാ, 64 പൈസ കൂടി. ഇവിടും വെച്ചമാതിരി ഇവിടും വെക്കലേ, അപ്പം ഈക്വലാവും. ആടാ ഒന്നും കൂടി വേണടാ, ഒന്നും കൂടി ഇല്ല, 2 കൂടി വേണം. ഇത് വേറെന്തോ വണ്ടിയാടാ, അതെന്താ ഇങ്ങനെയൊക്കെ? വേറെ ഏതോ മോഡലായി വണ്ടി. 66 പൈസ കൂടിയടാ, അടിപൊളി. സ്ലാബ് ഇത് കഴിഞ്ഞത് എപ്പോഴാ? ഇതെന്താ എന്താ പറയടാ ഇനി? അതാ റീസ്റ്റോക്കിൻ 2 മിനിറ്റ് ഉണ്ടടാ. വീലൊന്നും വേങ്ങി വെക്കാം നമുക്ക്. ഒന്നും കൂടി വേണം. അപ്പോൾ ഇവിടും വെക്കുക, ഫ്രണ്ടിലും വെക്കാം 2 അപ്പോൾ അതുവരെ നമുക്ക് കുറച്ച് പൈസ ഇങ്ങനെ ആക്കി കളിക്കാം. ഷോപ്പ് റീസ്റ്റോക്ക്. എൻ്റെ പൈസ ഫുള്ളും കൊടുക്കണ്ട, 2 രൂപ വാങ്ങിച്ചടാ. നമ്മൾ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടാക്കി ഗൈസ്. വീല് അത് വാങ്ങിക്കാം. ഗ്യാസ് ടാങ്ക് 2 വാങ്ങിക്കാം. ഇത്ര തന്നെ മതി, വലിയ വേണ്ട. എടാ ഞാൻ ബ്ലോക്കാടാ വാങ്ങി.
ആടാ ബ്ലോക്കാടാ കഴിഞ്ഞത്. ഇത്ര പൈസ കൊടുത്തിട്ട് ബ്ലോക്കാ കഴിഞ്ഞ്. ആടാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെക്കുക നടക്കുള്ളൂ. ആടാ ബ്ലോക്കാടാ ഞാൻ വേഞ്ഞത് അറിയാതെ. എടാ ബ്ലോക്കരുത് വേഞ്ഞിപ്പോടാ. ഇച്ചിരി അഹങ്കാരം കാണിച്ചു പോടാ ഞാൻ. ഇച്ചിരി അഹങ്കാരം കൂടിപ്പോയി. വെറുതെ മൂഞ്ചി. വണ്ടി കിടന്ന് ആടണോക്ക്. ഇത് വേറെന്തോ ഷേപ്പ് വണ്ടിയായി. ലോകത്ത് ചെയ്യാത്ത വണ്ടിയായി. ഇനി അടുത്ത റീസ്റ്റോക്കിന് ടൈമിന് എത്രയാവും? റീസ്റ്റോക്ക് ടൈം അല്ലല്ലോ, നമ്മളെ റീസ്റ്റോക്ക് ആണല്ലോ ഓൾറെഡി. റീസ്റ്റോണക്കടാ അയ്യോ മൂഞ്ചി. ഇത് ഈ സ്ലാബ് കൂടെ ഇപ്പം റെഡി ആയില്ലേ? നീ ഇങ്ങനെ വെക്കാം. ഇനി ഇവിടെ ഒരു ബാലൻസിന് ഇവിടെ ടയർ വെക്കുക. ഇപ്പോൾ ഇവിടെയില്ലേ? ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒക്കെ ആയില്ലേ? ഒരു ഫ്യൂൾ ടാങ്ക് കൂടി ഉണ്ടാകും വെക്കാം. എടാ ഇത് എന്ത് വണ്ടിയാടാ? വേറെന്തോ വണ്ടി കണ്ട. അത് വേറെന്തോ വണ്ടി ചെയ്ത്. എടാടാ ഇടിച്ചിടാനൊക്കെ വളർന്നറജി. എടാ എന്ത് പരിപാടി ഇടിച്ചിട്ട നമ്മളെ പുതിയ വണ്ടി ലോഞ്ച് ചെയ്ത് ഉദ്ഘാടനം കഴിച്ചാൽ അപ്പോൾ നമ്മൾ ഇടിച്ചു. ഇത് എന്ത് വണ്ടിയാണ്? അത് കാറെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഉറപ്പതിന് കാറെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എൻജിൻ വാങ്ങിക്കണടാ. നമുക്ക് എൻജിൻ വേണടാ തമ്പി. ഒക്കെ എടുക്ക്. എന്താടാ അവിടെ ഇനിയുണ്ട് രണ്ടെണ്ണം. അത് ഇവിടെ അടാ എന്താ ഇവര് പറ്റി. അത് ഇവിടെ വെക്കുന്ന പറയുമ്പോൾ ഈ 2 ടയർ എടുത്തിട്ട് അത് ഒന്ന് ഇവിടെ വെക്കുക, 3 ഇവിടെ വെക്കുക. ഇപ്പം റെഡിയായില്ലേ? അപ്പോൾ ഇത് ലോകത്ത് ചെയ്ത വണ്ടിയായി. കറക്റ്റ് ലോകത്ത് ചെയ്ത വണ്ടി തന്നെയായി. ഗൈസ് ഇവിടെ പൈസ കഴിഞ്ഞാൽ ഞാൻ ബ്ലോക്ക് മനപ്പം വാങ്ങി തന്നെ. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു വരാന്ത ഉണ്ടാക്കി വെച്ചത്. ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളാ ഇത് അവിടെ വെക്കടാ. യന്ത്രം പറ്റി ഇങ്ങനെ വെക്കുക, അതും ഇങ്ങനെ വെക്കുക. ഇപ്പം അടിപൊളിയില്ലേ? ഈ അവിടെ ഇവെന്താ ഇന്നെ ഇടിച്ചിടണ്? അവിടെ ഇങ്ങനത്തെ ആൾക്കാർക്ക് തീരെ പറ്റില്ല കേട്ടോ. നമ്മൾ ഇടിച്ചിട്ടുക അല്ല, ഇടിച്ചിട്ടുണ്ട്. പൈസ കൂട്ടിടാ. 59, 57, 59. ആടാ താങ്ക് യു. ഇനി അങ്ങനെ ആരെങ്കിലും ഇടിച്ചിടൂ. സ്ലാബും കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് 2 അങ്ങനെ സെറ്റ് ചെയ്യണമല്ലോ. ഇപ്പം റെഡിയാടാ. ഒരു സ്ലാബ് ഇവിടെ വെക്കണം.
അപ്പോൾ ചിലപ്പോൾ ഇവിടെ വെക്കാം, ഇവിടെ ആവശ്യം വരും. ഇവിടെ ഇവിടെയില്ലേ വണ്ടി. ഓ അടിപൊളി. ഓ ഗായ്സ്, നമ്മളൊരു മുതലിനെ ലോഞ്ച് ചെയ്യാൻ പോകുകയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരാളെ പെട്ടെന്ന് ബാക്ക് ഇരുന്ന. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇവിടെ അടിപൊളിയായില്ലേ ഗൈസ്. ഇതിന് ഞാനിട്ട പേരാണ് ഗൈസ് സ്കോർപ്പിയോ. അടിപൊളിയില്ല, അത് തേളിൻ്റെ ലുക്ക് ചെയ്ത് കാണുമ്പോൾ ബാക്കിലുണ്ട് അതിൻ്റെ മുള്ളും. കുറേ ഹൈറ്റിൽ വെക്കണുണ്ട് ഗൈസ് അതിൻ്റെ മുകളിൽ. പക്ഷേ ഹൈറ്റ് വെച്ചിട്ട് അത് ഗ്ലിച്ചായ മാതിരി കാണി. അപ്പോൾ ഈ രീതി വെച്ച് ഗൈസ് അടിപൊളി. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഗ്യാസിൻ്റെ ഇത് കുറ്റിയും 4 എഞ്ചിനൊക്കെ 4 എഞ്ചിനും ബാക്കിലൊക്കെ അടിപൊളി. ഇത് ഫ്രണ്ടിൽ ഇത് ഗുഡ് വീലൊക്കെ വെച്ച് ഗൈസ് പവറായി ഗൈസ്. നമ്മൾ ഇതൊക്കെ വെക്കണമെന്നുണ്ടോ, പക്ഷെ വെക്കാൻ പറ്റില്ല. നമുക്കൊരു തൽക്കാലം ഇതന്നെ കഴിഞ്ഞേക്കാം. റെഡിയായില്ലേ? നമ്മൾ എവിടെ വെക്കും? ഇതെവിടെ വെക്കടാ? ഒരു മാച്ചില്ലാത്ത സ്ഥലത്ത്. ഇവിടെ തന്നെ വെക്കാം. എടാ അതെന്താ ഇങ്ങനെ പൊന്തി കിടക്കുന്നു? എടാ അവിടെ അല്ല, ഈ ചാടാൻ പറ്റില്ല കേസ്. അതാണ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം റെഡിയില്ലേ? എന്നിട്ട് പോയ മോനെ. സീനയില്ല. പോണക്ക് എത്ര രൂപ കയറണം നോക്കാം. 4 എഞ്ചിന് വെച്ചിട്ട് പെടച്ചു കൊടു. 100 കഴിഞ്ഞ് 100 എത്ര 100 എന്നാ വണ്ടി നിൽക്കാത്ത 147 രൂപ ഗൈസ് ഒറ്റയടിക്ക്. ഗെയിമിൽ ഒറ്റയടിക്ക് അവിടെയൊക്കെ ഈ V6 എഞ്ചിൻ വാങ്ങണമെന്നുണ്ട്. അത് വാങ്ങാനുള്ള ഇതിലാണ് ഞാൻ. അത് വാങ്ങിയിട്ട് അടങ്ങുള്ളൂ ഞാൻ. അത് വാങ്ങിയിട്ട് നമ്മളെ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ട് വെക്കും. അടിപൊളിയാവൂലേ? പെടച്ച് വിടുകയാണ്. എനിക്കിഷ്ടപ്പെട്ടു, സത്യം പറയാം. എനിക്ക് വണ്ടി അടിപൊളി ഇഷ്ടപ്പെട്ടു. ഫ്രണ്ടിലൊക്കെ 2 ഗുഡ് വീലൊക്കെ വെച്ചിട്ടൊക്കെ ഒരു അടിപൊളി ലുക്കുണ്ട് ഇതിന് കണ്ടോ. പക്ഷേ നമ്മളെ ഈ ക്യാരക്ടറിൻ്റെ ഫ്രണ്ടിലെ ഒരു ഗ്യാസ് മുട്ടിലുണ്ട്. അപ്പോൾ നമുക്കൊരു പണിയുണ്ട്. ഈ ചങ്ങായിൻ്റെ സീറ്റ് എടുത്ത് ഒഴിവാക്കുക. എന്നിട്ട് എവിടെ വെക്കുക അറിയോ? നമുക്ക് ഇവിടെ വെക്കാണ്ട് സീറ്റ്. ആടെ ഇവിടെ വെക്കാൻ പറ്റൂ. നമുക്ക് ഇവിടെ വെക്കാം സീറ്റ്. എടാ വണ്ടി പോണില്ല. അവിടെ വെച്ചാൽ വണ്ടിയൊന്നും പോകൂലേ? എന്താ അവിടെ വെക്കുമ്പോൾ വണ്ടിക്ക് ഒരു കുഴപ്പം. പൈസ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ വെക്കാം. ഈ ഫ്രണ്ടിൽ വെക്കാൻ പറ്റുമോ? ഈ ഫ്രണ്ടിൽ ഒക്കെ ഡ്രസ് ചെയ്യാം. നമുക്ക് ആരും കാണാത്ത മുക്കിൽ തന്നെ വെക്കണ നല്ലത്. ഈ ഗ്യാപ്പ് ഇവിടെ അവിടെ വെക്കണേ നമുക്ക് ഗുഡായിട്ടുള്ളത്. അവിടെ വെക്കണേ നമുക്ക് രസമില്ല. പക്ഷെ എന്നാലും വേറെ എവിടെ വെച്ചാൽ കുളമാവും. വേറെ എവിടെയെങ്കിലൊക്കെ വെച്ചാലേ രസം ഉണ്ടാവില്ല. ഗൈസ് നമ്മളെ V6 എൻജിൻ അവിടെ വന്നപ്പോൾ തന്നെ സോൾഡ് ഔട്ടാ. എന്ത് പരിപാടിയാടാ നമ്മളാക്കണ മാത്തൊരു പരിപാടി. വേറെ എൻജിൻ ചെയ്യാം. 2000 V8 എൻജിനാടാ ഉള്ളത്. V6 അത്ര ആഗ്രഹിച്ചാടാ നീ. എന്ത് പരിപാടിയാടാ. ഇവിടെ ഇങ്ങനെ V6 കുറേ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ വെക്കണമെന്ന്. കാരണം
ഒരു വേറെ ഇതുണ്ടായിട്ടൊന്നും ഇതിൽ വേറെ പവർ ഐറ്റംസ് ഒന്നും വെച്ചിട്ട് ആകെ വെച്ചിട്ട് ഒരു ഫ്യൂവലിൻ്റെ വലിയ പെട്ടി അത്ര തന്നെ ഉണ്ട് ഇതിൽ വണ്ടിയിൽ. വേറൊന്നും വല്ലാതെ ചെയ്യുക. വേം പോടാ 40 കൂട്ടണം. ഈടാ 43 അത്രേ ഉള്ളൂ. എന്താ പൊളികണതുണ്ടോ? സൗണ്ട് തുറക്കാം. ആടാ V6 എപ്പോഴാ റോക്കറ്റ് ഫ്യൂലൊക്കെ ഉണ്ട്. V6 ചെയ്യുക. റേസ് വീലുണ്ട്. റേസ് വീൽ എന്തിനാകും? അതൊന്നും വേണ്ട, വെറുതെ. നമുക്ക് വെറുതെ വണ്ടി ഗൈസ്. ഞാൻ 2 ഗുഡ് വീൽ കഴിഞ്ഞു. കാരണം എന്താ പറയുക, ഈ വണ്ടിയുടെ ബാക്കിലുണ്ട ടയർ ചെയ്യാത്തതുകൊണ്ട് വണ്ടിക്കൊരു കുലുക്കുണ്ടാവും. ഭയങ്കര പ്രശ്നമായി. എടാ ഈ വണ്ടി സുഖമായിട്ട് പോയിക്കോളൂ. ഒരു കുലുക്കുണ്ട് വണ്ടിക്ക്. ഇപ്പം നല്ല അടിപൊളിയായിട്ട്. അടിപൊളിയല്ലേ? ഇപ്പം സ്മൂത്തിൽ പോയി. ആദ്യം കടറിഞ്ഞൊരു പോക്കേന്. അത് ഇപ്പോഴാണ് മനസ്സിലായി. ബാക്കിൽ ഞാൻ അത് വെച്ചിട്ട് ചെയ്യാം. എന്നോടുണ്ടല്ലോ കുലിക്കാന്ത സംഭവം. അത് നോക്കണ്ട ഗൈസ്. നമ്മൾ വാങ്ങിയട നമ്മളെ ഐറ്റം. ഇതിന് ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു മോൺസ്റ്റർ പറഞ്ഞാൽ ഇതിൻ്റെ മോൺസ്റ്റർ ലുക്ക്. ഇതോടെ സ്പീഡ് പിടിക്കാൻ നോക്കാം. ആ സ്പീഡ് പിടിച്ച ആള് വേറെ ലെവലായി. വേനത്തിൽ തൊടാൻ പോയിട്ട് ആളിവിടെ വേറെ ലെവലായി. പൈസ ഓർമ്മല്ലേ? അത് നോക്കണ്ട. പൈസ പോട്ടെ, പൈസ ഒക്കെ പോട്ടെ. എൻ്റെ ആഗ്രഹം നടന്നത് ഈ വീസിൽ വെച്ച് പറക്കണേ എൻ്റെ ആഗ്രഹം. സീനയില്ലേ?
ഗൈസ് നമ്മുടെ ചുറ്റിപ്പോയി. നമ്മൾ ആ മുതലുണ്ട് ഗൈസ്, ഒരു മുതൽ നമ്മുടെ ഇറക്കാൻ പോണ ലോഞ്ച് ചെയ്യാൻ പോണ മുതലാണ്. നമ്മളിങ്ങനെ കയറി വന്നാൽ ഏതാ സാധനം അത്ര ഉള്ളൂ. നമ്മൾ ഡ്രൈവ് കൂടി ചെയ്താൽ മാറിക്കട. അപ്പോൾ ഗൈസ് നമ്മളെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ നല്ല ടൈമായി ഗൈസ്. ഇപ്പോൾ അരമണിക്കൂർ അടുത്തായി. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ലൈക്ക് ഭയങ്കര കുറവാണ്. ലൈക്ക് ചെയ്തതൊക്കെ ഒരു ക്ലിക്കിന് ആവശ്യമുള്ളൂ. ലൈക്ക് ചെയ്തോ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എല്ലാവർക്കും ബൈ.